ഇവിടെ അത്ര നല്ല സെറ്റപ്പിലല്ല കാര്യങ്ങൾ. എൻ്റെ പാസ്പോർട്ടിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് കാരണം തന്നെ കുറെ എസ്കേപ്പ് ആയി കിട്ടുന്നത്. ഇതാണ് ഇവിടെ മൊത്തം ഇപ്പോൾ നടക്കുന്നത്. വണ്ടിയാണ് താരം. ഇതിൽ കൂടി നാട്ടിൽ പോണേനേക്കാൾ കഷ്ടമായിട്ടാണ് ഓരോരുത്തന്മാർ പോകുന്നത്. അപ്പോൾ പോയണ്ടില്ലേ, നേരത്തെ പറഞ്ഞൊക്കെ വെറുതെ പോയി. എനിക്ക് നിർത്താൻ പറ്റിയില്ല. ഞാനൊരു കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് വണ്ടി ഓടിച്ചിട്ടിരിക്കുക. നല്ല തണുപ്പുണ്ട്. അടിപൊളി പരിപാടിയാണ്. കൊള്ളാം. നേരം ഇങ്ങനെ വെളുത്തുടങ്ങി കടലിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മലകൾ കാണാം. ഇത് ഭംഗിയാന്നറിയോ കടലിലിങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കടലിൽ ഇതിനു മുന്നേ ട്രാവൽ പോയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലിൽ പോകുന്നത്. നല്ല പേടിയുണ്ടായിരുന്നു ഇതൊന്ന് കുലുങ്ങോന്നൊക്കെ. പക്ഷെ വിചാരിച്ചതുപോലെ അങ്ങനെ ഒരു പേടിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഇപ്പം ഏതാണ്ട് മനസ്സിലായി ആൾക്കാരെന്താണ് ഈ ക്രൂസിലൊക്കെ പോകുന്നത്. എനിക്കെന്തോ പണ്ട് മുതലേ ഈ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുള്ളൊരു ട്രോമ ആവണം. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരും ഫാമിലിയും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോയിട്ട് ഫിലിം ചെയ്യാത്തത്. ഇനിയിപ്പോൾ പ്രൈവസി എന്നുള്ളൊരു സാധനം വെറുതെ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ രാവിലെ എന്താ പറയുക, എണീറ്റ് ആകെ മുഖമൊക്കെ ഒരവസ്ഥയിൽ നിൽക്കുന്നത്. മീശയും കൂടി ഇല്ലാതെ മുഖം എനിക്ക് തന്നെ എന്നെ തന്നെ കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇറാനിൽ ബന്ദർബാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെത്താം. ബന്ദർബാസിൽ നിന്ന് വണ്ടി ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ടെഹ്റാൻ പോകണം. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഉള്ളൊരു ചാലഞ്ച്. ഇന്നലത്തുള്ളൊരു ചാലഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ വണ്ടി ക്ലിയർ ചെയ്യാന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്യാമറ പിടിച്ചിങ്ങനെ നിന്ന് സംസാരിച്ച് ഇതുവരെ ശീലമില്ലാത്തതുകൊണ്ട് ചുറ്റും ആൾക്കാരിങ്ങനെ നോക്കുമ്പോഴൊക്കെ തോന്നുന്ന ഒരു ഓക്ക്വേർഡ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുന്നേ ചെയ്യാത്തൊരു പരിപാടിയല്ല. അപ്പോൾ എന്താ പറയുക, അടുത്ത ഇതിലേക്ക് പോവാം. ഇനി ഒരു 1 hour കൂടി ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 2 hours കൂടി നിൽക്കേണ്ടി വരും. അറിയില്ല ഇനി എന്തോരം ദൂരം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ചുറ്റുമില്ല. എല്ലാവരും പേർഷ്യൻസാണ്. മാക്സിമം ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയാത്ത ആൾക്കാർ 1-2 പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ കടലിൽ ഇങ്ങനെ നിന്നിട്ട് ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ അങ്ങോട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ തന്നെ. ഇനിയിപ്പോൾ ബന്ദർബാസിലെത്തി ശേഷം ഇനിയിപ്പോൾ അവിടെ കസ്റ്റംസിൻ്റെ സ്ഥലങ്ങളിൽ ഫിലിം ചെയ്യാൻ അലൗഡ് ആണെങ്കിൽ ഫിലിം ചെയ്യും, അല്ലെങ്കിൽ വണ്ടിയെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഫിലിം ചെയ്യാം. ഇമിഗ്രേഷൻ്റെ പുറത്തുള്ള ഇമിഗ്രേഷനിൽ നിന്ന് ഇറങ്ങി ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിൽ നമ്മുടെ കാർനെറ്റിൻ്റെ പേപ്പറൊക്കെ കൊടുത്തിട്ട് വണ്ടി റിലീസ് ചെയ്യാനുള്ളത്. എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അയച്ചിട്ടുള്ള ബ്ലൂ ഷർട്ടുള്ള പുള്ളിനെ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 2-3 ദിവസം കാണാൻ പറ്റും ഇറാൻ കഴിയുന്നവരെ. എനിക്കൊരു ഗൈഡായിട്ട് പുള്ളിയായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. നല്ല ടയറിങ് ആയിരുന്നു. ഒരു 13 hours എടുത്ത് ഇവിടെ എത്താൻ വേണ്ടി. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 45 minutesോളം ഇമിഗ്രേഷനിലും പോയി. കാരണം ഇമിഗ്രേഷനിൽ അവർ നമ്മുടെ പാസ്പോർട്ട്, പിന്നെ ഇവിടെ വരുന്നത്, എന്ത് ജോലിയാണ് ദുബായിൽ ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങൾ എല്ലാം ചോദിക്കും. പിന്നെ എൻ്റെ പാസ്പോർട്ടിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റി. അവർ പറഞ്ഞു ട്രാവലറാണ്, കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വിട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഡ്രോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടൈം എടുക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ടൊയോട്ട ലാൻഡ് ക്രൂസർ ദുബായ് നമ്പർ പ്ലേറ്റ് കിടപ്പുണ്ട്. ഇനി ഇതിപ്പോൾ ഏതെങ്കിലും മലയാളി കൊണ്ടെന്നാണോ എന്നൊന്നും അറിയില്ല. എനിക്കിനിയിപ്പോൾ ഇവരുടെ കൂടെ പോയി എൻ്റെ പേപ്പറുകൾ ക്ലിയർ ചെയ്യണം ഒരു ഓഫീസിൽ നിന്ന്. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് എൻ്റെ വണ്ടി ക്ലിയർ ചെയ്തെടുക്കണം. വണ്ടി ക്ലിയർ ചെയ്താൽ ഇന്നിപ്പോൾ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദർബാസിൽ നമ്മൾ നിൽക്കില്ല. ബന്ദർബാസിൽ നിന്ന് നേരെ നമ്മൾ ടെഹ്റാനിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്ന ടെഹ്റാനിലേക്കാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കാർ കമ്പനിയിൽ അബ്ബാസ് എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റാണ്. പുള്ളിയാണ് നമുക്ക് കാർനെറ്റിൻ്റെ പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നത്. ബാക്കിൽ എൻ്റെ കൂടെ അമീറുണ്ട്. അമീറായിരിക്കും എൻ്റെ കൂടെ എല്ലാ വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രാവൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഈ വണ്ടിയിൽ
നേരെ ഇവരുടെ കസ്റ്റംസിൻ്റെ ഓഫീസിൽ പോകണം. കസ്റ്റംസിൻ്റെ ഓഫീസിൽ പോയി അവിടുന്ന് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ പോർട്ടിൽ വന്നിട്ട് പോർട്ടിൽ നിന്ന് വണ്ടി ക്ലിയർ ചെയ്യണം. അടിപൊളി പരിപാടിയാണ്. കൊള്ളാം. ഇതിലെ ഏറ്റവും എനിക്ക് യൂസ്ഡ് അല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഫിലിം ചെയ്യാനുള്ള ഒറ്റൊരു മടിയാറുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഫിലിം ചെയ്യുന്ന പരിപാടി ഇപ്പം തന്നെ ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് ക്യാമറയെ നോക്കി സംസാരിക്കണം, ഇതിൻ്റെ സ്ക്രീനിൽ നോക്കി സംസാരിക്കാൻ പാടില്ല. പഠിച്ചു വരുന്നേ ഉള്ളൂ, സെറ്റാവും. അങ്ങനെ നമ്മൾ കസ്റ്റംസിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടുത്തെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കാര്യം ആദ്യമായിട്ട് ഇറാനിൽ, പിന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ക്യാമറ അലൗഡ് അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇസ്രായേൽ-ഇറാൻ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം. അതായത് അവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആകാശത്ത് കാണാൻ ഒരു ഹെലികോപ്റ്റർ പറന്നു വരുന്നതാണ്. ഇവിടെ അത്ര നല്ല സെറ്റപ്പിലല്ല കാര്യങ്ങൾ കേട്ടോ. ഇവിടെ സേഫ് അല്ല. നമുക്ക് മാക്സിമം സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന പരിപാടി പിടിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാക്സിമം സേഫായിട്ട് നിൽക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ കസ്റ്റംസിൽ പോയി ഞാൻ അവിടുന്ന് വണ്ടി ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ ഫൈനലി വണ്ടിയുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് ഇനിയിപ്പോൾ ഒരു പേപ്പറും കൂടി കിട്ടാനുണ്ട്. ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാംഗ്വേജ് തന്നെ. കാരണം ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുട്ടി സംസാരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഇന്ന് ഇവിടെ പേർഷ്യൻ മാത്രമേ ഉള്ളൂ, വേറെ രാജ്യമല്ല. അപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. കൂടുതൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയാണ് പോകുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇറാനിലേക്ക് വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ, ഇതിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്ന ബിനു ബ്രോയും നമ്മുടെ മിർസാദ് മൂപ്പൻ ചേട്ടനും ഇവരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഈ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് $300 നമ്മൾ കൊടുക്കണം. ഈ $300 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ ഇവിടെ എല്ലാം നോക്കിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചോളും. ട്രിപ്പല്ലേ, കുഴപ്പമില്ല, ഇതൊക്കെ ഒരു ത്രില്ല് പരിപാടിയല്ലേ എന്നൊന്നും വിചാരിച്ചാൽ ആരും ചെയ്തേക്കരുത്. കാരണം നല്ല കഠിനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു പേപ്പറും കൂടി കിട്ടണം. ആ പേപ്പറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങും. അപ്പോൾ വണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. കുറേയൊക്കെ നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് കാരണം തന്നെ കുറേ എസ്കേപ്പ് ആയി കിട്ടുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആൾക്കാർ എൻ്റെ സത്യം പറഞ്ഞ ബാഗുകളൊന്നും ഒരു ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും വീഡിയോയിൽ പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ എന്നാലും കുറേയൊക്കെ ഉണ്ട് അവരിങ്ങനെ എന്താ പറയുക, നമ്മൾ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന പോലെ. ഒന്നാമത് ഇന്ത്യൻസിന് അവർക്ക് വലിയ കാര്യമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കൂടി വരുന്ന എല്ലാ ആൾക്കാരും വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കമ്പനി അടിക്കുന്നുണ്ട്. ഷുവർ. ഇപ്പോഴാണെങ്കിലും കണ്ടില്ലേ, വേറെ ആൾക്കാർ ഫ്രണ്ടിൽ വന്നിട്ട് അവർ എടുക്കുകയാണ്, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വണ്ടിയുടെ കൂടെ നിന്ന്. ഇതാണ് ഇവിടെ മൊത്തം ഇപ്പോൾ നടക്കുന്നത്. വണ്ടിയാണ് താരം. അപ്പോൾ ഇനി പേപ്പറും കൂടി കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ റോട്ടിലെ വിശേഷങ്ങളും. എനിക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പ് ഉണ്ട്. രാവിലെ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ ഒരു 3 മണിയോളം ആവാനായി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ടെഹ്റാനിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ അമീർ ഉണ്ടാവും. അമീറാണ് എനിക്ക് ലാംഗ്വേജിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളത്. ഒരു ഗൈഡ് എന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന എൻ്റെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ്. ഇനി അവിടെ ആ യാത്രകളെ പറ്റി നമുക്ക് സംസാരിക്കാം. തൽക്കാലം ആ പേപ്പർ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. Just 36292. ഫൈനൽ ഗേറ്റ് ചെക്കും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങാണ്. ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡി കൂടിയത് നാട്ടിൽ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തന്മാർ പോകുന്നത്. പോയതല്ലേ ഞാൻ കയറിയുള്ള അവസ്ഥ. റോഡ് ഫുള്ള് നല്ല ട്രാഫിക്കാണ്. നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര ട്രാഫിക്കാണ്. എനിക്ക് വ്ളോഗിങ്ങിൽ വിവരമില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വൃദ്ധം ഞാൻ പഠിച്ചു വരുന്നുണ്ട്. പഠിക്കേണ്ടി വരും. വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് എപ്പിസോഡുകളിലുള്ള സൂക്ഷിക്കുന്നത്
എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞ് ഓടിക്കാനോ കാര്യങ്ങളോ പറ്റും. നല്ല പണിയായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഞാനത് ചെയ്യും, ഞാനത് ചെയ്തില്ല, എന്നൊരു സംഭവമാണ്. നമ്മളെല്ലാവരും കണ്ടതിന് കൂടെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഫിലിം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇന്നിപ്പോൾ ഈ ഒരു കഫേയിൽ വന്നിരിക്കുക. അതിന് മുന്നേ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് പെട്രോള് കാര്യങ്ങളൊക്കെ അടിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായി. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഈ റോട്ടിൽ എനിക്ക് ഫോക്കസ് ചെയ്ത് ഫിലിം ചെയ്യാനും എല്ലാത്തിനും കൂടിയിട്ട് ഒന്നിച്ചു പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ബാന്ദ്രബാസിൽ നിന്ന് നമ്മൾ ടെഹ്റാനിലേക്ക് പോകുന്ന വഴി ഉള്ളൊരു കഫേയാണ്. So remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make What would you like to have? ക്യാമറ ഞാൻ അടിച്ചു തന്നെ നല്ല രീതിയിൽ ടയർഡാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാനപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി മാത്രം ഓടിക്കുന്ന ചെയ്യാൻ തൊട്ടടുത്തുള്ള കയറിട്ടോ. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു വണ്ടി ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ ടെഹ്റാനിലേക്ക് പോകുന്ന വഴിയാണ്. നാളെ രാവിലെ മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ടാകും. I don't know how I will be Georgia, going. Turkey. So maybe from Georgia I will go to Russia, go to Moscow, then maybe come back to Georgia, then go to Turkey, then maybe Turkey to Europe. Why? He's a crazy guy. Yeah, some people are like this. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. സെർജാൻ എന്ന് പറയുന്ന ഒരു ടൗണിലെ രാത്രി കാണിച്ചു. കാരണം നമ്മുടെ ടെഹ്റാനിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റാസൽ ടൈം വിജയറൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നതൊക്കെ തന്നെ ഒരു വഴിക്കാരൻ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം എന്ന് പറയാനുള്ളതൊന്നും നമുക്ക് റോഡ് വഴി കാണാൻ യുഎയിലുള്ള Everything I do so instinctive, it's passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when it should be യുഎയിൽ തന്നെ ഒരുപാട് കാണാനുണ്ട്. പല I got facts over സ്ഥലത്തും facts over യുഎയിലത്തെ tracks, this and that, പോലും spit slow, spit fast, I can roast, I can gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness, a reflection of the emptiness, hilarious, you think you're with my time, you're delirious, mysterious, because you are behind a fake exterior. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയതല്ല ഞാൻ. എനിക്ക് നിർത്താൻ പറ്റിയില്ല. ഞാനൊരു കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് വണ്ടി ഓടിച്ചിട്ടിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇനി ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂറും കൂടി ഓടിക്കുന്നത് കാണുമെന്നറിയില്ല. നല്ല പുക പോകുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് 1-ലോ 2-ലായിട്ട് ടെമ്പറേച്ചർ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ കോഫി ഷോപ്പിൽ വന്നിട്ട് ഒരു ചായ കുടിച്ച് ടീ ലിപ്റ്റൺ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ സുലൈമാനിയാണ് ശരിക്കും വേണ്ടത്. മോനെ പുള്ളിനെ മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ അമീർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വരുന്ന ആള് തന്നെ. ഇനി ഞാൻ ഹോട്ടലിൽ ചെന്നിട്ടൊരു ബായും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എന്താണ് ചെയ്തതെന്നെല്ലാം നിങ്ങളോട് പറയാം. ഓക്കെ, വണ്ടി സേഫ് ആക്കണം, നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നിന്നൊരു 4 മണിക്കൂറും കൂടിയുണ്ട്. സമയം ഇവിടെ ഏതാണ്ട് 11 മണി കഴിഞ്ഞു. എത്ര മണിയായിരുന്നു? എക്സാക്ട്ലി 11 മണി. നല്ല തണുപ്പുണ്ട്. 11 മണി. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് 3 മണിയെങ്കിലോ എന്തായാലും ഇവിടെ നിർത്തിയതുകൊണ്ട് പിന്നെ ഹോട്ടലിൽ എത്തിയിട്ട് അവിടുത്തെ വണ്ടി പാർക്ക് ചെയ്ത സെറ്റപ്പും എല്ലാം നമുക്ക് ഗുഡ്നൈറ്റ് അടിച്ച് നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞൊക്കെ വെറുതെ പോയി. എന്തായാലും ഇവിടെ ശരിക്കും ഓണായത്. ഞാൻ ബ്ലോഗ് ചെയ്ത് പഠിക്കുന്നുള്ള ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരാനുണ്ട്. ക്ഷമിക്കണം, ഇടക്കിടക്ക് ഇത് പറയുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സെറ്റാക്കാം. അയ്യോ, ഞാൻ ഇപ്പോൾ ഒരു ചായ കുടിക്കട്ടെ. അപ്പോൾ വണ്ടി ഓടിക്കാൻ തുറന്ന് പറ്റിയ കുറച്ച് റോഡൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് ബാക്കി പറഞ്ഞ് നിർത്തിയിട്ട് നാളെ രാവിലെ ഇത് പൊളിക്കാം. അങ്ങനെ
നമ്മൾ ഓൾമോസ്റ്റ് എത്രയോ മണിക്കൂറുകളായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകളോളം വണ്ടി ഓടിച്ച് അവസാനം ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തും. ഇനി ഹോട്ടലിൽ എത്തിയിട്ട് അവിടുത്തെ കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തി നാളെ തുടങ്ങാം. ഓക്കെ.